കൂട്ടുകാർക്ക് നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഞാൻ എത്തിയിരിക്കുന്നത് കുടുംബവിളക്ക് സീരിയലിന്റെ നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷമൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് സുമിത്രയുടെ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ അനിരുദ്ധ് പുറത്തേക്ക് പോകാൻ തുടങ്ങുന്ന ആ സമയത്ത് തന്നെയാണ് അപ്പു ആ വീട്ടിലേക്ക് കടന്നു വരുന്നത്. അപ്പുവിനെ കണ്ടതും അനിരുദ്ധ് ദീപുവിനോടുള്ള സകല ദേഷ്യവും അവന്റെ മുഖത്ത് പ്രകടിപ്പിക്കുകയാണ്. അങ്ങനെതാ നേരെ ചെന്ന് അപ്പുവിനോട് ചോദിക്കുകയാണ്, നിനക്ക് എന്താ ഈ വീട്ടിലെ കാര്യം? അപ്പം അപ്പു ആണെങ്കിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അപ്പു പറയുന്നുണ്ട്, അനിയേട്ടാ എന്നെ തെറ്റിദ്ധരിക്കരുത്, എനിക്കും എൻ്റെ അമ്മയ്ക്കും അച്ഛൻ ചെയ്തു കൂട്ടിയ ഒരു കാര്യത്തിലും മനസ്സറിവില്ല എന്ന് പറയുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ അനിരുദ്ധാണെങ്കിലോ, നീ കൂടുതൽ വർത്താനമൊന്നും പറയണ്ട, എന്തായാലും എൻ്റെ അമ്മ മരിച്ചുപോയി എന്ന് പറഞ്ഞത് നിന്റെ അച്ഛൻ തന്നെയല്ലേ, അതുകൊണ്ട് നിങ്ങളുടെ കുടുംബക്കാരുമായിട്ട് ഇനി ഒരു ബന്ധവും വെക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അപ്പം പെട്ടെന്ന് തന്നെ സുമിത്ര അങ്ങോട്ടേക്ക് വരികയാണ്. സുമിത്രയെ കണ്ടതും അപ്പച്ചിയും എന്നോട് പിണക്കത്തിലാണോ എന്ന് ചോദിക്കുമ്പം, മോനെ നിന്നോട് ഞാൻ പിണങ്ങാനോ എന്നും പറഞ്ഞ് നമ്മുടെ അപ്പുവിൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ് സുമിത്ര. പെട്ടെന്ന് തന്നെ അനിരുദ്ധ് പറയുന്നുണ്ട്, അമ്മേ ഇതുങ്ങളെ ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ല, കൂടെ നടന്നിട്ടല്ലേ ഇവരെല്ലാവരും നമ്മളെ ചതിച്ചത്, അതുകൊണ്ട് ഇവനോടും ഇവന്റെ അച്ഛനോടും ഒക്കെ ഒരു അകലം പാലിച്ച് നിന്നാ മതിയെന്ന് പറയുമ്പോൾ സുമിത്ര പറയുന്നുണ്ട്, അവന്റെ അച്ഛൻ ചെയ്തു കൂട്ടിയ തെറ്റുകൾക്ക് നമ്മൾ എന്തിനാ വെറുതെ അവനെ പഴിക്കുന്നത്? അവനൊന്നും അറിയില്ല, അതുപോലെ തന്നെ ചിത്രയ്ക്കും ഒന്നും അറിയില്ല എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ്. അങ്ങനെ പൂജയെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം അപ്പു തിരക്കുമ്പം പൂജ പങ്കജിനോടൊപ്പം ഈ വീട്ടിൽ നിന്നും പോയി എന്നുള്ള കാര്യമൊക്കെ സുമിത്ര പറയുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ അപ്പുവിന് വലിയ സങ്കടമൊക്കെ ആയി. താൻ പൂജയെ കാണാനും അപ്പച്ചിയെ കാണാനും പിണക്കമൊക്കെ തീർക്കാനും വേണ്ടിയാണ് വന്നത്. പക്ഷേ ഇവിടെ പൂജ ഇല്ലെങ്കിൽ ഇനി പൂജ എന്നോട് സംസാരിക്കുക പോലും ഇല്ല അപ്പച്ചി. അവൾ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് അവളുടെ അടുത്ത് പോയി ഞാൻ സംസാരിക്കുകയൊക്കെ ചെയ്തതാ, പക്ഷേ എന്നോടൊന്ന് സംസാരിക്കാൻ പോലും കൂട്ടാക്കാതെ അവൾ എൻ്റെ അടുത്ത് നിന്ന് പോവുകയാണ് ചെയ്തത്. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ സുമിത്ര പറയുന്നുണ്ട്, എൻ്റെ മോൻ വിഷമിക്കുകയൊന്നും വേണ്ട, അവൾ ഇപ്പോൾ ഉള്ളത് പങ്കജിന്റെ വീട്ടിലാണ്. ഇവിടുത്തെ ഈ ഒരു അന്തരീക്ഷമൊക്കെ ഒന്ന് തണുത്തതിന് ശേഷം പൂജ തിരികെ എൻ്റെ അടുത്തേക്ക് തന്നെ വരും. എന്തായാലും എൻ്റെ മോൻ അതിനുശേഷം വാ എന്നുള്ള കാര്യമൊക്കെ പറയുമ്പം എന്നാ അപ്പച്ചി ഞാൻ പോവുകയാണ് എന്നും പറഞ്ഞ് അപ്പു അവിടുന്ന് പോവുകയാണ്. ഈ സമയത്താണെങ്കിലോ രഞ്ജിതയുടെ വീട്ടിൽ ഭയങ്കര സന്തോഷമാണ്. എന്തൊക്കെ വന്നാലും രഞ്ജിത ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളാണല്ലോ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേ പങ്കജ് മോനെ, അവളുടെ ഇഷ്ടങ്ങളെല്ലാം കണ്ടറിഞ്ഞ് അവൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യണം. നിനക്കറിയാലോ അവളെ നമ്മുടെ കൂടെ നിർത്താനുള്ള ഒരേ ഒരു മാർഗം ഇത് മാത്രമാണ്. അപ്പം അങ്ങനെതാ പങ്കജ് വാങ്ങിക്കൊടുത്ത സാരിയൊക്കെ ഉടുത്ത് നല്ല സൂപ്പറായിട്ട് നമ്മുടെ പൂജ ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേക്കിനും രഞ്ജിത പറയുന്നുണ്ട്, എന്ത് ഭംഗിയാണിപ്പോൾ എൻ്റെ മോളെ കാണാനായിട്ട്. ദേ ഇതുപോലെ സാരി ഉടുത്ത് ഒരുങ്ങി വേണം എൻ്റെ ഏട്ടൻ്റെ മോള് നടക്കാനായിട്ട്. നീ ഇങ്ങനെ വാടക വീട്ടിലൊന്നും കഴിയേണ്ട ആളൊന്നും അല്ല, നല്ല അന്തസ്സായിട്ട് എൻ്റെ മോളെ ഞാൻ നോക്കും. ദേ പങ്കജെ നോക്ക്, ഈ കളർ എൻ്റെ മോൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് രഞ്ജിതയാണെങ്കിൽ നന്നായിട്ട് അങ്ങ് പതപ്പിക്കുകയാണ്. അപ്പം അരവിന്ദനാണ് അടുത്ത് നിന്ന്, അത് തന്നെ ശരി തന്നെയാണ്, ദേ മഹാലക്ഷ്മി ഇറങ്ങി വരുന്നത് പോലെ തന്നെയുണ്ട്. ദേ നിന്റെ മോൻ എന്തായാലും സെലക്ഷനൊക്കെ ഉണ്ട് കേട്ടോ രഞ്ജിതേ, അവൻ്റെ ഇഷ്ടത്തിന് തന്നെയുള്ള ഡ്രസ്സല്ല ഇപ്പോൾ പൂജ ഇട്ടിരിക്കുന്നത്. അങ്ങനെ പങ്കജും വലിയ അഭിപ്രായമൊക്കെ പറഞ്ഞു. പങ്കജിൻ്റെ മനസ്സങ്ങ് നിറഞ്ഞു പൂജ ഈ ഒരു വേഷത്തിൽ കണ്ടപ്പോഴത്തേക്കിനും. അങ്ങനെ ആ ഒരു കാര്യമൊക്കെ അവിടെ നടക്കുമ്പോൾ നമ്മളെ കാണിക്കുന്നത് പരമശിവത്തെയാണ്. പരമശിവം ദീപുവിൻ്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞു. ദീപു ആണെങ്കിൽ പരമശിവത്തെ കണ്ട പാടെ തന്നെ പേടിച്ച് വരേണ്ട നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ പരമശിവവും അവൻ്റെ കൂട്ടാളികളും കൂടി വീട്ടിനകത്തേക്ക് വരുമ്പം ചിത്ര പറയുന്നുണ്ട്, അതെ വീട്ടിനകത്ത് വന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്ന് തന്നെ ചിത്ര തീർത്ത് പറയുമ്പോഴത്തേക്കിനും പരമശിവവും അവൻ്റെ കൂട്ടാളികളും കൂടി, നിന്റെ ഭർത്താവിന് ഞാൻ കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്നും പൈസ വാങ്ങാൻ എനിക്ക് അറിയാം എന്നും പറഞ്ഞ് അകത്തോട്ട് ഇടിച്ചു കയറുകയാണ്. അങ്ങനെ ദീപുവിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു പരമശിവം. എന്നിട്ട് ചോദിക്കുകയാണ്, എവിടെയാണ് എൻ്റെ പൈസ? നീ ഇത്രയും കാലം എനിക്ക് പൈസ തരാമെന്നും പറഞ്ഞ് എന്നെ ഇട്ട് വട്ടം കറക്കുമായിരുന്നല്ലോ. ഇനി എനിക്ക് പൈസ കിട്ടിയില്ലെങ്കിൽ ദേ നിന്റെ ഈ വീട് ഇത് ഞാൻ എൻ്റെ കസ്റ്റഡിയിലങ്ങ് ആക്കും. അപ്പം ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ചിത്ര അടുത്ത് നിന്ന് ഇങ്ങനെ കരയുകയാണ്. തൻ്റെ ഭർത്താവാണെങ്കിൽ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ചിത്രയെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര സങ്കടമുള്ളൊരു കാര്യം തന്നെയാണ്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അവിടെ അങ്ങനെ പരമശിവൻ പറയുന്നുണ്ട്, ഒന്നെങ്കിൽ പൈസ അല്ലെങ്കിൽ സിദ്ധാർത്ഥ് ശ്രീനിലയം തിരികെ പിടിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് സിദ്ധാർത്ഥിനെ പിന്തിരിപ്പിക്കാൻ നിനക്ക് പറ്റുന്ന കാര്യങ്ങൾ നീ ചെയ്ത് തീർത്തേ പറ്റുള്ളൂ. അപ്പം ഇതൊക്കെ കേൾക്കുമ്പം പെട്ടെന്ന് തന്നെ നമ്മുടെ ദീപു ആണെങ്കിലോ പൈസ എന്തായാലും കൊടുക്കുന്ന കാര്യം ഇപ്പം നടക്കുന്ന കാര്യമല്ല, പക്ഷേ സിദ്ധുവിനെ എങ്ങനെയെങ്കിലും വലയിലാക്കാൻ ഒരുപക്ഷെ പറ്റിയിരിക്കും. അപ്പം പുള്ളിക്കാരൻ വീണ്ടും പുള്ളിക്കാരൻ്റെ ആ ഒരു കുബുദ്ധി അതങ്ങ് പ്രയോഗിക്കുകയാണ്. അങ്ങനെ പരമശിവത്തിൻ്റെ കൈയും കാലും ഒക്കെ പിടിച്ച് അപേക്ഷിച്ച് അവസാനം
പരമശിവം ഒരു കോംപ്രമൈസിൽ എത്തുകയാണ്. സിദ്ധാർത്ഥ് ശ്രീനിലയം തിരികെ ചോദിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ദീപു ഇടപെട്ട് തീർക്കണമെന്നുള്ള ആ ഒരു വാക്ക്, ആ വാക്കിന്റെ പുറത്ത് പുള്ളിക്കാരൻ അവിടെ നിന്ന് അങ്ങ് പോകുമ്പോഴത്തേക്കിനും ചിത്ര പറയുന്നുണ്ട്, ഓരോരോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു വെച്ചോ, അതിന്റെ പരിണിത ഫലം അനുഭവിക്കുന്നത് ഞാനും എൻ്റെ മോനും തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് ഈ ചെയ്തതൊന്നും പോരാ അല്ലേ? ഇനി ഇവിടെ എങ്ങനെയാ ഞങ്ങൾ താമസിക്കുന്നത്, നിങ്ങളെ പോലെയുള്ളൊരു വൃത്തികെട്ടവന്റെ കൂടെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അധിക്ഷേപിക്കുമ്പോഴത്തേക്കിനും ദീപു ആണെങ്കിലോ ഒന്നും മിണ്ടാതെ വളരെ സങ്കടത്തോടുകൂടി തൻ്റെ കയ്യിലിരിപ്പിൻ്റെ ഗുണം തന്നെയാണ് പുള്ളിക്കാരൻ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചേച്ചിയെ ചതിച്ചത് കൊണ്ടാണല്ലോ ഇങ്ങനെയുള്ളൊരു സ്ഥിതി വന്നത് എന്നുള്ളൊരു കുറ്റബോധമൊക്കെ പുള്ളിക്കാരനുണ്ട്. എന്നാൽ കൂടിയും സിദ്ധാർത്ഥിനെ ശ്രീനിലയത്തിൻ്റെ കാര്യത്തിൽ നിന്നും പിൻവലിപ്പിക്കണം, അല്ലെങ്കിൽ പരമശിവൻ തന്നെ തട്ടിക്കളയും. ആ കാര്യമൊക്കെ പുള്ളി ഇങ്ങനെ ആലോചിക്കുകയാണ്. അങ്ങനെ ആ സമയത്താണെങ്കിലോ നമ്മുടെ അപ്പു പോയ വിവരങ്ങളെല്ലാം സുമിത്ര പൂജയെ വിളിച്ച് അറിയിക്കുകയാണ്. അപ്പോൾ പൂജയ്ക്കാണെങ്കിൽ വലിയ സന്തോഷമൊക്കെ ആയി. തൻ്റെ അമ്മ വിളിച്ചല്ലോ, തന്നോട് സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പോഴും സുമിത്രയ്ക്ക് ഒരു സങ്കടമേ ഉള്ളൂ, തൻ്റെ മോള് തന്നോടൊപ്പം ഇല്ലല്ലോ എന്നുള്ളൊരു സങ്കടം. അപ്പോൾ പൂജയാണെങ്കിലോ അമ്മയെ ആശ്വസിപ്പിക്കുകയാണ്. അമ്മ ഒരു കാരണവശാലും വിഷമിക്കുമെന്നും വേണ്ടമ്മേ, കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഞാൻ ആ വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയുള്ളൂ. എന്ത് വന്നാലും ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് തന്നെയാണ് വരുന്നത്. പിന്നെ അപ്പൂട്ടൻ വന്നിട്ട് എന്ത് പറഞ്ഞു എന്നുള്ള കാര്യം സുമിത്രയോട് പൂജ തിരക്കുമ്പം സുമിത്ര പറയുന്നുണ്ട്, മോളെ അവന് ഭയങ്കര സങ്കടമൊക്കെയാണ്. ദീപു നമ്മളോട് ഇത്രയും വലിയൊരു ചതി ചെയ്തത് അത് ചിത്രയ്ക്കും അപ്പൂനും ഒന്നും അറിവുള്ള കാര്യമല്ല. നിന്നെ കണ്ടിട്ട് നീ മിണ്ടാതെ പോയി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടത്തിലാണ് അവൻ ഇവിടെ നിന്ന് പോയത്. ഒരു പക്ഷെ ആ വീട്ടിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു സൂചന സുമിത്ര കൊടുക്കുമ്പോഴത്തേക്കിനും എന്നാ ഞാൻ നോക്കിക്കോളാം അമ്മ വിഷമിക്കേണ്ട എന്നും പറഞ്ഞ് പൂജ കോള് കട്ട് ചെയ്യാണ്. അങ്ങനെ അപ്പു ആ വീട്ടിലെത്തിയിരിക്കുകയാണ്, രഞ്ജിതയുടെ വീട്ടിലേക്ക്. അപ്പം ഉമ്മറത്ത് തന്നെ നമ്മുടെ പങ്കജ് കുമാരൻ നിൽക്കുന്നുണ്ട്. പങ്കജ് അപ്പുവിനെ കണ്ടതും ഉടനെ തന്നെ അന്വേഷിച്ച് ഇപ്പൊ എൻ്റെ വീട്ടിലും അന്വേഷണം തുടങ്ങിയോ, എന്താണ് അപ്പു വരവിന്റെ ഉദ്ദേശം എന്ന് ചോദിക്കുകയാണ്. അപ്പം അപ്പു പറയുന്നുണ്ട്, ഞാൻ പൂജയെ കാണാൻ വേണ്ടി വന്നതാണ്, എനിക്ക് നിന്നോട് വഴക്കിടാനോ വേറെ ഒരു കച്ചറ ഉണ്ടാക്കാനോ ഒന്നും താല്പര്യമില്ല. അതുകൊണ്ട് നീ ഒന്ന് പൂജയെ വിളിക്കാവോ എന്ന് ചോദിക്കുമ്പം പൂജയ്ക്ക് നിന്നെ കാണാൻ താല്പര്യം ഇല്ലെങ്കിലോ, പൂജയെ ചതിച്ചത് നീയും നിന്റെ അച്ഛനും ഒക്കെ കൂടിയല്ലേ, എന്തായാലും നിന്നെ കാണാനായിട്ട് അവൾ ഒട്ടും താല്പര്യപ്പെടില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ പറയുകയാണ്. അപ്പം അപ്പു ആണെങ്കിലോ പ്രതിരോധിക്കാനുള്ള കാര്യങ്ങൾ അപ്പുവും പറയുന്നുണ്ട്. എടാ, എൻ്റെ അച്ഛൻ തെറ്റ് ചെയ്തു, ഞാൻ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ആ തെറ്റിൽ എനിക്കും എൻ്റെ അമ്മയ്ക്കും ഒന്നും ഒരു പങ്കുമില്ല. ഞങ്ങൾ ഒരിക്കലും അപ്പച്ചിയും പൂജയും ഒന്നും ചതിക്കാൻ കൂട്ടു നിൽക്കുകയില്ല. അതുകൊണ്ട് നീ ആ രീതിയിൽ എന്നെ കാണാൻ നിൽക്കണ്ട. പിന്നെ പൂജയെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ എനിക്ക് അവളെ കണ്ട് 2 വാക്ക് സംസാരിക്കാനുണ്ട്. അപ്പം ഇതൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കിനും പങ്കജ് പറയാണ്, അതെ, പൂജയെ ഞാൻ വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, നീ ഒരു കാര്യം ചെയ്, നീ ഇവിടെ നിന്ന് പോയിക്കോ എന്ന് പറഞ്ഞ് അപ്പൂനെ പറഞ്ഞു വിടുന്ന ആ ഒരു സമയത്ത് നമ്മുടെ പൂജയാണെങ്കിൽ ഇതാ ഇറങ്ങി ഇങ്ങ് വരികയാണ്. പൂജ വന്നതും അപ്പുവേട്ടാ എന്നുള്ളൊരു വിളിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ അപ്പു തിരിഞ്ഞു നോക്കുമ്പം പൂജയാണെങ്കിൽ മൊത്തത്തിലൊരു ഗെറ്റപ്പൊക്കെ മാറി ഇതാ രഞ്ജിതാൻ്റെ സാരി ഉടുത്ത് നിൽക്കുന്ന പോലെ സാരിയൊക്കെ കൊടുത്ത് നിൽക്കുന്ന സീനാണ്. അപ്പം പങ്കജ് പറയുന്നുണ്ട്, എങ്ങനെയുണ്ട്, ദേ കണ്ടില്ലേ, ഞാൻ വാങ്ങിക്കൊടുത്ത സാരിയാണ്, അവളെ ഇനി എൻ്റേതാകാൻ അധിക താമസമൊന്നും ഇല്ലടാ, നീ വെറുതെ നിന്ന് മഞ്ഞുകൊള്ളുകയേ ഉള്ളൂ എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ്. പെട്ടെന്ന് തന്നെ അപ്പൂൻ്റെ അടുത്തേക്ക് പൂജ ഓടി ഇങ്ങ് വരികയാണ്. വന്ന പാടെ തന്നെ അപ്പൂട്ടൻ ഒരു കാരണവശാലും വിഷമിക്കുമൊന്നും വേണ്ട, ഞാൻ അറിഞ്ഞു, അപ്പൂട്ടൻ വീട്ടിൽ ചെന്നായിരുന്നു അല്ലേ, അപ്പൂട്ടാ ഞാൻ ഇനി കുറച്ച് കാലത്തേക്ക് രഞ്ജിതാൻ്റിയോടൊപ്പം താമസിക്കാനാണ് വിചാരിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പം ഇങ്ങോട്ടേക്ക് തിരക്കിയൊന്നും വരണ്ട, ഞാൻ വിളിച്ചോളാം. എന്തായാലും എനിക്ക് അപ്പൂട്ടിനോട് ദേഷ്യമൊന്നും ഇല്ലയെന്ന് പറയുമ്പം അപ്പു ആണെങ്കിലോ നമ്മുടെ പൂജയുടെ കയ്യിൽ പിടിക്കുകയാണ്. പൂജയോട് ഇഷ്ടമുള്ളത് പറയാൻ വേണ്ടിയാണല്ലോ ചിത്ര നമ്മുടെ അപ്പുവിനെ ഉന്തിത്തള്ളി പറഞ്ഞു വിട്ടിരിക്കുന്നത്. പക്ഷേ ഇത് പറയാനും നമ്മുടെ പൂജയാണെങ്കിൽ ഇതൊന്നും കേൾക്കാനുള്ളൊരു മാനസികാവസ്ഥയിലല്ല എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് അങ്ങ് പോകുന്നത് കാണിച്ചുകൊണ്ടാണ് നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പം എല്ലാവരും കാണുക. എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിക്കുന്നു. താങ്ക്